സാറായിരുന്നു. ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. മരുന്നിനും ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് പൈസ ഒന്നും തയ്യുന്നില്ല സാറേ. നല്ല പൈസ കൊടുത്താ ഞാൻ ഇവനെ മനയിലോട്ട് വിട്ടത്. എടാ, എന്നിട്ട് ഞാനിപ്പോ ഇവന് ചെല്ലും ചെലവും കൊടുക്കേണ്ട ഗതികേടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലായിരുന്നു സാറേ. ശബരിമലയിൽ പോകുന്ന സമയത്ത് ആ കണ്ണൻ നടക്കുന്നത് മറ്റോ നീ കണ്ടായിരുന്നോ? എടോ, ഇവൻ എന്തൊക്കെയായി കാണിക്കുന്നത്? അല്ല, ഇവൻ കഥകളി പഠിച്ചിട്ടുണ്ടോ? അണ്ണന്റെ അച്ഛനെ ഒരു ഡാൻസർ ആയിരുന്നു സാറേ. എന്നാ പിന്നെ ഇവനാ പണിക്കങ്ങ് പോയാ പോരായിരുന്നോ? എന്തിനാടാ ഗുണ്ടാണെന്നും പറഞ്ഞ താടി മുടിയൊക്കെ നീട്ടി വളർത്തിക്കൊണ്ട് നടക്കുന്നത്? ആളൊഴിഞ്ഞ കാട്ടിലൂടെയാ നീയൊക്കെ പോയത്. എടാ, അങ്ങനെ പോകുമ്പോ ഡോളിയുടെ സഹായം ഉണ്ടാവത്തില്ലല്ലോ. പിന്നെ എങ്ങനെയാടാ കണ്ണൻ മലയിലെത്തിയത്? അവൻ നടന്നാണോ കയറിയത്? അതോ ആ മാർക്കോയും ലോപ്പസും കൂടെ അവനെ പൊക്കിക്കൊണ്ട് പോയതോ? ഇത് എടാ, നീ കുറെ കാലമായിട്ട് ഇവന്റെ കൂടെ ഉണ്ടല്ലോ. ഇവൻ കാണിക്കുന്ന ആംഗ്യം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. നീ പോയേ ഒരു പേനയും പേപ്പറും എടുത്തിട്ടോ. ഇവിടെ തന്നെ ഉണ്ട് സാറേ. എടാ, ഇതിലും നല്ലതേ നീയും മറ്റു രണ്ടുപേരുടെ കൂടെ അങ്ങ് പോകുന്നായിരുന്നു. സാറേ പേനയും പേപ്പറും. നിന്റെ നാവല്ലേ ചലിക്കാത്തത്? ഇതിനകത്തൊന്ന് എഴുതി കാണിക്കേ. എടാ, നടന്നോ നടന്നില്ലയോ അത് മാത്രം എഴുതിയാ മതി. എടാ, പേന പിടിക്കടാ. പിടിക്കടാ, എന്നിട്ട് എഴുതിക്കേ. എടാ, പിടിക്കടാ. സാറേ, എടാ, ഇവനെ പേന പിടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. മൊത്തം തളർന്നില്ലേ സാറേ? എടാ, പിടിക്കടാ, പിടിക്കടാ, പിടിക്കടാ. ഇനി എഴുതിക്കോ. എഴുത്, 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 എഴുതടാ. ഒന്ന് എഴുതടാ. ഇതെന്താ? നീ എഴുതാണോ അത് കുത്തി വരച്ചാണോ? അതിനും വേണ്ടി ഒന്നും അണനായിട്ടില്ല സാറേ. അവന്റെ ഒരു പണം. അയ്യോ, കൈവിട് സാറേ. അയ്യോ വേണ്ട സാറേ. സാറേ 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 അണ്ണന് വേദനിക്കും സാറേ. സാറേ വേണ്ട സാറേ, വിട് സാറേ. എടാ, അങ്ങനെയെങ്കിൽ ഇവനൊന്ന് സൗണ്ട് പറഞ്ഞോ. ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഇങ്ങനെ നോവിക്കണം. നല്ല ചൂട് ചട്ടുകൊണ്ടെങ്കിലേ അതുകൊണ്ട് ഇവനെ പൊള്ളിക്കണം. അപ്പൊ ഇവൻ അലറും. അങ്ങനെയൊക്കെയാണ് ശബ്ദമില്ലാത്തവന്മാർക്ക് ശബ്ദം വരുത്തുന്നത്. എടാ, അല്ലാതെ മരുന്നും മന്ത്രവാദം കൊണ്ടൊന്നും ഇത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അണ്ണൻ ഇത്തിരി പുരോഗതി ഉണ്ടായാൽ അണ്ണന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയാൻ നോക്കാം സാറേ. നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ കണ്ണൻ നടന്നോന്നാ എന്റെ ബലമായ സംശയം. എടോ, അതിപ്പോ ഈ ലോകത്തറിയാവുന്നത് അവന്റെ കൂടെ ഉള്ളവർക്കും ഈവനും മാത്രമാ. എന്തായാലും ഞാൻ ഇടയ്ക്ക് വരാം. സാറേ സാറേ കാശൊന്നുമില്ല സാറേ. കൊണ്ടുപോയി തിന്ന്. അണ്ണാ, അണ്ണനെ ഓർത്തിട്ടാ. അല്ലെങ്കിൽ അവൻ വലിയ കൊമ്പത്താളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. അവന്റെ പള്ളയ്ക്ക് കത്തികേറ്റും ഞാൻ. എന്നിട്ടേ അണ്ണൻ കിടക്കുന്ന പോലെ അങ്ങ് കിടത്തും.